അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്നലെ കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിനിടെ, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയോട് ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം കോൺഗ്രസിനെ കുറിച്ചായിരുന്നു. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ചായിരുന്നു. പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കോൺഗ്രസിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ചോദ്യം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, മറ്റ് പാർട്ടിയല്ലെന്ന് പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസ് കഴിഞ്ഞ 4 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന ജനങ്ങൾക്കെതിരെ നടക്കുന്ന നിലപാടുകളെക്കുറിച്ചും അവരെടുത്തിരുന്ന നിലപാടിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനെല്ലാം പരിണിത ഫലമാണിത്, അതിനെല്ലാം പരിണാമമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ, കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല. സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF കൂടുതലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടത്.